ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കേരള സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നായിട്ടുള്ള കുറുക്ക് കാളൻ ഉണ്ടാക്കാം. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള സദ്യയിലും ഈ കാളൻ വിളമ്പോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ കാളൻ. പലതരത്തിലും കാളൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ കായയും ചേനയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. ചില ആൾക്കാർ മധുരമുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കും. ചിലർ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. ഞാൻ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ അമ്മ നേന്ത്രക്കായയും അതുപോലെ തന്നെ ചേനയും വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. എനിക്കിന്ന് ചേന കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ 2 പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഈ 2 കായ നന്നായി തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കായയുടെ നടു കീറിയിട്ട് ഇതാ ഇതുപോലെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. കാളൻ എപ്പോഴും കഷ്ണങ്ങൾ കുറച്ച് വലിപ്പത്തിൽ തന്നെ കിടക്കണം. ഒരു മൺകലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഇതുപോലത്തെ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ കായ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നേന്ത്രക്കായ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും വേവാൻ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ കായ വേവണ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസ് തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും. ഈ കാളനിൽ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല, അപ്പോൾ അതിനനുസരിച്ച് എരിവിനുള്ള പച്ചമുളക് എടുക്കണം. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് അധികം പുളി ഇല്ലാത്ത തൈരാണ്. അപ്പോൾ കാളനിലാവുമ്പോൾ കുറച്ച് പുളി വേണം. അതുകൊണ്ട് തന്നെ ഞാൻ 2 നാരങ്ങയുടെ നീരും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങ, കുരുമുളക്, ജീരകം, അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർക്കാം. അതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ നീരും അതുപോലെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർക്കാം. തേങ്ങ കുറച്ചധികം തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അരച്ചെടുക്കാൻ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല. ഈ തൈരിൽ തന്നെ ഇത് അരച്ചെടുക്കും. വേറെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറ്റി കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. ഇപ്പം നമ്മൾ തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാതെ ഇതുപോലെ നൈസായിട്ട് അരച്ചെടുക്കണം. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കായ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ട് പാകമായി വന്നിട്ടുണ്ട്. കാളനിൽ എപ്പോഴും കഷ്ണങ്ങൾ നന്നായി വേവും വേണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. അങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും തൈരും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കുമ്പോൾ കാളൻ്റെ ഒരു ലൈറ്റ് യെല്ലോ കളറായി മാറും. എന്നിട്ട് ഇത് നന്നായി വറ്റിച്ചെടുക്കണം. ഇത് വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക്കാണ്. ഇതിങ്ങനെ തിളച്ചു തുടങ്ങുമ്പോഴത്തേനും എന്നെ പൊട്ടിത്തെറിക്കൽ തുടങ്ങും. കാളൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അടുപ്പിൻ്റെ 4 പുറമൊക്കെ ഇതിൻ്റെ നീര് പൊട്ടിത്തെറിച്ചിട്ട് ആകെ വൃത്തികേടായി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് ക്ലീനാക്കൽ അതിലും വലിയൊരു പണിയാണ്. ഇപ്പം എല്ലാം നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ തീ സിമ്മിലേക്കാക്കി മാറ്റാം. സിമ്മിലിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ ആ പൊട്ടിത്തെറിക്കലിന് കുറച്ച് കുറവുണ്ടാവും. ഇപ്പം നന്നായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാളനിൽ അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു 1/4 മണിക്കൂറത്തെ പരിശ്രമം കൊണ്ട് നമ്മുടെ കാളൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കാളനിലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ഈ സ്പൂണിൽ നിന്ന് വിട്ട് വരണ ഈ പാകത്തിൽ കിട്ടണം. ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിന് അപാര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത്. ഇപ്പോൾ കാളൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിടണം. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ വറുത്തിട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് ചേർത്തിട്ട് കാളൻ ഉണ്ടാക്കാറുണ്ട്. ഞാനൊന്നിവിടെ അതൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഉള്ളിയൊന്നും അരച്ച് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടുവരാതിരിക്കും. അപ്പോൾ ഇതുവരെ ഇതുപോലെ കാളൻ വെച്ച് നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.